അപ്പോൾ ഞാൻ ഈ ചെടികളുടെയും പൂക്കളുടെയും ജീവികളുടെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനമാണല്ലോ. വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ചെരുപ്പിടാതെ നടക്കുന്നത്? അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് വൈക്കം മുഹമ്മദ് ബഷീർ നൽകിയ മറുപടി രസകരമാണ്. ചെരുപ്പിങ്ങനെ ഇടാതെ കയ്യിൽ പിടിച്ച് നടക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനൊരു കഥാപാത്രം, അങ്ങനൊരു സാഹിത്യകാരൻ മലയാളത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ മാത്രമേ ഉള്ളൂ. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഉത്തരം, ചെരുപ്പിടാതെ നടന്നാൽ കാലിനടിയിൽപ്പെടുന്ന പ്രാണികളെ തിരിച്ചറിയാൻ പറ്റും, ചെരുപ്പിട്ട് നടന്നാൽ അത് പറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. അവ അല്ലെങ്കിൽ ഒരുപക്ഷെ ചതഞ്ഞറിഞ്ഞങ്ങ് പോവും എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്. താൻ ചെരുപ്പിടാതെ നടക്കുന്നത് കാലിനടിയിൽ ചെറുപ്രാണികൾ ചതഞ്ഞെറിഞ്ഞു പോകാതിരിക്കാനാണ് എന്ന് പോലും സ്നേഹത്തോടെ കരുതുന്ന ഒരു വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടല്ലോ. അയ്യോടാ, എന്ത് സുന്ദരമായ ഒരു മനുഷ്യനാണ് അല്ലേ? അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള ബോധമല്ലേ, അതാണ് നമ്മുടെ കരുണാകര സദാ എന്നിൽ തോന്നേണ്ടത് എന്നത് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു തരികയാണ്. പക്ഷേ ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഴിവ്.